സൂര്യ കാർത്തിക് സുബ്രാജ് കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന സൂര്യ 44 എന്ന സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഒരു ടൈറ്റിൽ ടീസറിലൂടെയാണ് സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുള്ളത്. റിട്രോ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. റിട്രോ എന്നാൽ പിന്നിലേക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു ടൈറ്റിൽ വെക്കാനുള്ള കാരണം ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഈ ഒരു ടീസർ കണ്ടാൽ തന്നെ ഈ ഒരു സ്റ്റോറി എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാം. സൂര്യയുടെ കഥാപാത്രവും പൂജ ഹെഗ്ഡെയുടെ കഥാപാത്രവും വാരണാസിയിലുള്ള ആ ടെമ്പിളിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് പൂജയുടെ കഥാപാത്രത്തിനോട് തൻ്റെ പാസ്റ്റിലെ പല കാര്യങ്ങളും പറയുകയാണ്. ഇനി ഞാൻ ആ ഒരു പാസ്റ്റിലേക്ക് പോവില്ല, എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ രീതികളും നിർത്തിക്കൊണ്ട് നിന്നെ സ്വീകരിക്കാനായി തയ്യാറായിരിക്കുകയാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് ഈ ഒരു ടീസറിൽ സൂര്യ പറയുന്നത്. പാസ്റ്റിൽ സൂര്യ ഒരു ഗുണ്ടയാണെന്ന് ഈ ഒരു ടീസറിൽ തന്നെ ചില ഷോട്ടുകളിലൂടെ കാണിക്കുന്നുണ്ട്. അതായത് വളരെ വയലൻസൊക്കെ ഉള്ളിലുള്ള ഒരു ഗാങ്സ്റ്റർ തന്നെയാണ് സൂര്യ. അതുപോലെ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ ഗുണ്ടാപ്പണികളൊക്കെ സൂര്യ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സിനിമയിൽ സൂര്യയുടെ അച്ഛൻ ആരാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ജോജു ജോർജിനെയാണ് കാണിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ പ്രണയത്തിന് വേണ്ടി തൻ്റെ ഗാങ്സ്റ്റർ ലൈഫ് മൊത്തത്തിൽ ഒഴിവാക്കുകയാണ് സൂര്യ. പൂജയുടെ കഥാപാത്രത്തിനെ കണ്ടതിന് ശേഷം സൂര്യയുടെ കഥാപാത്രത്തിന് പ്രണയം വരികയും പിന്നെ ആളുടെ ഒപ്പം ജീവിക്കണമെന്ന് തോന്നുകയും ചെയ്തപ്പോൾ ഈ ഒരു ഗാങ്സ്റ്റർ ലൈഫ് ആളെ ഒഴിവാക്കുകയാണ്. റിട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലേക്ക് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ സൂര്യയുടെ പാസ്റ്റ് ലൈഫിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു സിനിമ രജനീകാന്തിൻ്റെ ജോണി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ആണെന്ന് പറയുന്നുണ്ട്. രജനീകാന്തിൻ്റെ ജോണി സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ചെറിയ ബീജമും കാര്യങ്ങളൊക്കെ ഈ ഒരു ടീസറിൽ നമുക്ക് കാണാം. അതായത് ഇങ്ങനെ കടകട കടകട ഇങ്ങനെ അടിക്കുന്നൊരു ബീജമുണ്ട്. അത് ആ ഒരു സിനിമയിലും ഉണ്ട്. പക്ഷേ ജോണി സിനിമയിൽ രജനീകാന്ത് ഡബിൾ റോളിലാണ്. അതുപോലെ ആ ഒരു സിനിമയിലും ഒരു പ്രണയമുണ്ട്. കമൽഹാസൻ്റെ ഒരു ഫാൻ ബോയാണ് ലോകേഷ് കനകരാജ്. അതുപോലെ രജനീകാന്തിൻ്റെ ഫാൻ ബോയാണ് കാർത്തിക് സുബ്രാജ്. നമ്മൾ ലോകേഷിൻ്റെ പല പടങ്ങളിലും കമൽഹാസൻ്റെ സിനിമകളുടെ പല റെഫറൻസുകളും കാണാറുണ്ട്. ഇനി രജനീകാന്തിൻ്റെ ഫാൻ ബോയ് ആണല്ലോ കാർത്തിക് സുബ്രാജ്. ചിലപ്പോൾ ആ ഒരു സിനിമയിലെ റെഫറൻസുകളൊക്കെ ഈ ഒരു സിനിമയിലുണ്ടാകാം. ജോണി സിനിമയിലെ സിമിലർ ലുക്കൊക്കെ തന്നെയാണ് ഇതിൽ സൂര്യയ്ക്കുള്ളത്. എന്തായാലും സിനിമ സമ്മറിനാണ് റിലീസിനെത്തുന്നത്. എന്തായാലും സൂര്യയുടെ ഒരു കംബാക്ക് ആവാൻ ചാൻസുള്ള ഒരു ചിത്രം തന്നെയാണ് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന റിട്രോ.